അതുകൊണ്ട് വേദം അത്തരത്തിൽ ആ പരമാത്മതത്വത്തെ വെളിപ്പെടുത്തുന്നുണ്ട്, സത്യത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം അതാണ് സ്വതപ്രമാണം. അതിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതെങ്ങനെ സ്വതപ്രമാണം എന്ന് പറയുന്നു? ദീപം പ്രകാശിക്കുന്നു. അത് പ്രകാശിക്കുന്നതിന് അതുപോലെ മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. പറയുന്നത് സ്വതം പ്രകാശിക്കുന്നതാണ്. അതുപോലെ വേദം സ്വതേ പ്രകാശിക്കുന്നതാണ്. അതിന് വേറെ നിന്റെ സഹായം ആവശ്യമില്ല. ഇത് ഇക്കാരണം കൊണ്ടാണ്. അത് ഈ സഹജമായ വിജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ്. അല്ലാതെ ദൈവം പറഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യുക്തിഭംഗം വരും. മറിച്ച് സത്യാനുഭവമാണ് അത് ഈ പറയുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ അത് അപരോക്ഷമായ ജ്ഞാനമാണെന്ന് പറഞ്ഞാൽ അത് അപരോക്ഷമായ ജ്ഞാനം അങ്ങനെയാണ്, ദീപം പോലെയാണ്. അതിനൊരു പരപ്രകാശത്തിന്റെ ആവശ്യമില്ല. അത് സ്വയം പ്രകാശിക്കുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. യഥാ അന്യോ ഗ്രന്ഥ, അതങ്ങനെ മനസ്സിലാകുന്നു. കിഞ്ച അന്യത് അടുത്ത് പറയുന്നു. മാത്രമല്ല കേവലം സ്ഥിതി ഉത്പത്തി കാലയൂരൈവ പ്രജ്ഞാനം വ്യതിരേകേണ അഭാവാത് ജഗതോ ബ്രഹ്മത്വം പ്രളയകാലേച്ച. രണ്ട് അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. സ്ഥിതി ഉത്പത്തി, ഈ രണ്ട് കാലങ്ങളിലും പ്രജ്ഞാനം വ്യതിരേകേണ അഭാവ. പ്രജ്ഞാനം വ്യതിരേകേണ, പ്രജ്ഞാനത്തിൽ നിന്ന് അന്യമായി ജഗത്തില്ല. ഈ ജഗത്തിനെ അനുഭവിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഈ ജഗത്തിനെ അനുഭവിക്കുന്നവൻ അവന്റെ സ്വരൂപമായിരിക്കുന്ന പ്രജ്ഞാനം, സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ പറയാം, തുര്യൻ എന്ന് പറയാം, സച്ചിദാനന്ദം എന്ന് പറയാം. അതാണ് പ്രജ്ഞാനം. അതിൽ നിന്ന് അന്യമായി ജഗതഃ ഭാവം, അതിൽ നിന്ന് വേറിട്ട് ജഗത്തില്ല. ജഗത്ത് വേറിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആ പ്രജ്ഞാനത്തിന് തന്നെ ജഗത്ത് ദൃശ്യമായി വിഷയമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്ന അതിന്റെ അനുഭവത്തെക്കുറിച്ചല്ല പറയുന്നത്, അതിന്റെ പാരമാർത്ഥികമായ സ്ഥിതിയെക്കുറിച്ച് പറയുന്നു. മരുമരീചിക അവിടെ ജലമായി അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ പാരമാർത്ഥികത എന്താണ്? കേവല പ്രകാശമാണ്. അവിടെ കേവല പ്രകാശം തന്നെ മരുഭൂമിയിലായതുകൊണ്ട് ജലം പോലെ അനുഭവപ്പെടുന്നു. അതേ പ്രകാശം തന്നെ മറ്റുള്ളിടത്ത് അനുഭവപ്പെടുമ്പോൾ പ്രകാശമായിട്ട്. അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് എന്താണ്? അതിന്റെ പരമാർത്ഥം. അതിന്റെ പരമാർത്ഥം മനസ്സിലാക്കുന്നവനത് പ്രകാശം, പ്രകാശം മാത്രം, കേവലം പ്രകാശം. അതുപോലെ ഇവിടെയും എന്താണ്? പ്രജ്ഞാനം വ്യതിരേകേണ അഭാവ. ജഗത, അതാണ് എപ്പോഴും ജഗത്ത് ജഗത്തെന്ന് ആവർത്തിച്ച് പറയുന്നു. ഇത് പ്രജ്ഞാനത്തിൽ നിന്ന് അന്യമായില്ലെങ്കിൽ എന്തിനാ ജഗത്തെന്ന് പറയുന്നു? അതനുഭവപ്പെടുന്നുണ്ട്. തിരകൾ ജലം തന്നെ എങ്കിൽ പിന്നെ എന്തിനാ തിരയെന്ന് പറയുന്നു? ജലമെന്ന് പറഞ്ഞാൽ പോയി. പക്ഷെ തിരയായി അനുഭവപ്പെടുന്നു. ആ അനുഭവം നിഷേധിക്കാൻ പറ്റും. ആ അനുഭവം വാസ്തവം തന്നെ, അത് തിരയായി അനുഭവപ്പെടുന്നു. ഈ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. ആ അനുഭവം വാസ്തവം തന്നെ. പക്ഷെ ആ അനുഭവത്തിന്റെ വാസ്തവം എന്താണ്? ഈ കാണുന്ന കാഴ്ചയല്ല, വാസ്തവം ജലമാണ്. അനുഭവം വാസ്തവം എന്ന് പറയുമ്പോൾ അനുഭവത്തെ നിഷേധിക്കാൻ വയ്യാന്നർത്ഥം. അതാണ് അനുഭവം വാസ്തവം എന്ന് പറയുന്നത്. തിരയെ കാണുന്നില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അപ്പൊ ജഗത്ത് അനുഭവിക്കുന്നില്ലെന്ന് പറയുന്നില്ല. ജഗത്ത് അനുഭവത്തിന് വിഷയമാണ്. ജഗത്തിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ജഗത്തിന്റെ അനുഭവം ഇല്ലെന്നല്ല അർത്ഥം. അത് ശശവിഷാണോ എന്ന് പറയും പോലെയല്ല, ആകാശകുസുമോ എന്ന് പറയുന്ന പോലെയല്ല.
ജഗത്തിന്റെ അനുഭവം ഉള്ളത് തന്നെ. ജഗത്ത് അനുഭവം വാസ്തവം തന്നെയാണ്. പക്ഷെ ആ വാസ്തവത്തിൽ എന്താണ് വാസ്തവമായിരിക്കുന്നത്? അത് ജലത്തിന്റെ അനുഭവത്തിൽ. അതുപോലെ ജഗത്ത് അനുഭവത്തിൽ വാസ്തവമായിരിക്കുന്നത് പ്രജ്ഞാനമാണ്. അപ്പൊ രണ്ടിനെ അംഗീകരിക്കുന്നു. ജഗത്തിന്റെ അനുഭവത്തെ അംഗീകരിക്കുന്നു, അതിന്റെ വാസ്തവമായ പ്രജ്ഞാനത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പ്രജ്ഞാനം വ്യതിരേകേണ അഭാവാത് ജഗതഃ ബ്രഹ്മത്വം പ്രളയകാലേച്ച. അതുകൊണ്ട് പ്രളയകാലത്തിനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാണ് നമുക്ക് അനുഭവവേദ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ. ആ മൂന്നനുഭവങ്ങളിലും ബ്രഹ്മത്വം. അതിനുദാഹരണം പറയുന്നത് ജലബുദ്ബുദ ഭേദനാദീനാം ഇവ സലില വ്യതിരേകേണ അഭാവ. ജലത്തിനും അന്യമായി നിരകളില്ല, പതയില്ല, തരംഗമില്ല, തിരമാലകളില്ല, ഒന്നുമില്ല. അതുപോലെ ഇപ്പൊ ജഗത് അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, ജഗത് അനുഭവത്തെ വാസ്തവമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ. വാസ്തവമായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഗുരു ശിഷ്യന് ഉപദേശം കൊടുക്കുന്നത്. വേദം, ഈശ്വരൻ വേദത്തെ വെളിപ്പെടുത്തിയത് എല്ലാം അതുകൊണ്ടാണ്. ഈ ജഗതനുഭവം വാസ്തവമായതുകൊണ്ടാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ലോകത്തെ ഇങ്ങനെ തന്നെ കാണുന്നത് കൊണ്ടാണ് ഉപദേശിക്കുന്നത്. അത് അവാസ്തവമല്ല. പക്ഷെ അതിലെ ആ വാസ്തവത്വം, പാരമാർത്ഥികത്വം എന്താണ്? ആ പാരമാർത്ഥികത്വം, ജഗത്തിലെ പാരമാർത്ഥികത്വം, അത് ഈ പ്രജ്ഞാനമാണ്. അതിനാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. അത് തുര്യമാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞെന്താണ്? ഇതെല്ലാം ആ തുര്യത്തിന്റെ സ്പന്ദനമാണ്. ഇവിടെ പറഞ്ഞത് അവിദ്യ കാര്യമാണ്. സലില വ്യതിരേകേണ അഭാവ ഏവം പ്രജ്ഞാനം വ്യതിരേകേണ തത്കാര്യാണാം നാമരൂപ കർമ്മണാം തസ്മിന്നേവ ലീയമാനാനാം അഭാവ. ജഗത്ത് ഉണ്ടാകുന്നു എന്നനുഭവം, നിലനിൽക്കുന്നു എന്നനുഭവം, നശിക്കുന്നു എന്നനുഭവം. ഈ മൂന്നനുഭവങ്ങളിലും ഇവിടെ പറയുന്നു ആ ലയം എന്ന് പറയുന്നു. എവിടെ ഇത് ലയിക്കുന്നു? ഉണ്ടായിടത്ത് നിന്ന് ലയിക്കുന്നു എന്ന് പറയുന്നു. എവിടെ നിന്നാണോ ഉണ്ടായത് അവിടെ തന്നെ ലയിക്കുന്നു. ഈ തരംഗങ്ങളും തിരമാലകളും എല്ലാം എവിടെ അവസാനിക്കുന്നു? എവിടെ നിന്നുണ്ടായോ അവിടെ, ആ ജലത്തിൽ തന്നെ. അപ്പൊ ജലത്തിൽ നിന്നുണ്ടായി, ജലത്തിൽ നിലനിന്ന്, ജലത്തിൽ അവസാനിക്കുന്നു എന്നല്ലേ പറയാൻ പറ്റും. അങ്ങനെ പറയുമ്പോഴെല്ലാം അവിടെ ഉണ്ടാകാതെ, നിലനിൽക്കാതെ, നശിക്കാതെ നിൽക്കുന്ന ജലം മാത്രം. ജലത്തിനവിടെ പ്രത്യേകിച്ച് ഉത്പത്തി ഉണ്ടായതില്ല. തരംഗം ഉണ്ടായപ്പോൾ ജലം ഉത്പന്നമായില്ല. തരംഗം നിലനിന്നപ്പോൾ ജലത്തിന് വിശേഷിച്ചൊരു നിലനിൽപ്പ് ഒന്നുമില്ല. അത് സദാ ഏകരൂപത്തിൽ തന്നെ, അത് സദാ സത്തായി തന്നെ ഇരിക്കും. ഇനി ആ തരംഗങ്ങൾ ജലത്തിലേക്ക് വിലയിച്ചാൽ അവിടെ പറയും എവിടെ നിന്നുണ്ടായോ അതിലേക്ക് പോയി. പറയും നാമരൂപങ്ങളെല്ലാം എവിടെ നിന്ന് പ്രകടമായോ അവിടേക്ക് തന്നെ പോകുന്നു. എന്താ അവിടെ ജലത്തിൽ എന്തെങ്കിലും വിലയെ സംഭവിച്ചില്ല. അവിടെയെല്ലാം ജലം തന്നെയാണ്. ജലത്തിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്നാൽ അവിടെ ഈ തിരകളുടെയൊക്കെ ഒരു വാസ്തവികത അനുഭവപ്പെടുന്നുണ്ട്. അതങ്ങനെ പ്രകടമായതായിട്ട്. അത് ജലമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പറയുന്ന ജലത്തിലെ പ്രതീതി മാത്രം. തസ്മാദേകമേവ ബ്രഹ്മ എവം പ്രജ്ഞാനം വ്യതിരേകേണ തത്കാര്യാണ് നാമരൂപകർമ്മണ. നാമം, രൂപം, കർമ്മം ഇതെല്ലാം ഇതിങ്ങനെ പ്രകടമാകുന്നു.